ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡലിയുടെ റെസിപ്പിയിലേക്കാണ് സ്വാഗതം ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇതേപോലെ ഉണ്ടാക്കി നോക്കുക, എങ്കിലേ ഞാൻ നന്നാകുള്ളൂ എന്നാണ് ചുരുക്കി പറഞ്ഞ് വരുന്നത്. അപ്പോൾ കണ്ടില്ല, നിങ്ങൾ 3 ബട്ടണും ഒന്നിച്ച് വന്നിട്ടുണ്ട്. ഈ 3 ബട്ടണും ഒന്നിച്ച് വന്ന അവസരത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങളൊന്നും ചെയ്യാനില്ല, സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ ഓൾ അറിഞ്ഞൊരു ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ ഉടനടി എത്തുകയുള്ളൂ എന്ന് പറഞ്ഞ് കൊണ്ട് ഞാൻ ആ വീഡിയോയിലേക്ക് പോകാണ്. അപ്പോൾ ലൈക്ക് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട, നിങ്ങളെല്ലാം ക്ലിക്ക് ചെയ്തോളി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതേപോലത്തെ ഓരോ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് എന്നും നിരന്തരം എൻ്റെ വീഡിയോ കാണാമല്ലോ. നല്ല അടിപൊളി റെസിപ്പികളല്ലേ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുവരെയായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കിയിട്ട് തെറ്റിപ്പോയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഉണ്ടാകാൻ സാധ്യതയില്ല. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഒരിക്കലും അതിനുള്ള സാധ്യത അല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഉയർന്നെടുത്തിട്ടുണ്ട്. ഉയർന്നെടുത്തിക്കണേ. അപ്പം ഇനി എത്തടുത്ത് നോക്കിക്കോളി. ഇനി ഒരു 1/4 കപ്പ് അളവിൽ ഉയർന്നും 2.5 കപ്പ് അളവിൽ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉലുവയാണ് കേട്ടോ. ഉലുവ ഇട്ട് കൊടുക്കുക. ഇനി എപ്പോൾ നമ്മൾ കാട്ടേണ്ടി വെച്ചാൽ, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നന്നായിട്ട് കഴുകിയിട്ട് അരി വെള്ളത്തിലിടുക. കഴുകി ഇട്ടാൽ നമ്മൾ അരക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാമല്ല, നമുക്ക് നേരിട്ടുണ്ട് അരക്കാം കേട്ടോ. അപ്പോൾ വൈകുന്നേരം 6 മണിക്ക് ഇട്ടതാണ്. വൈകുന്നേരം 6 മണിക്ക് ഇട്ടിട്ട് രാത്രി 8 മണിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മിക്സിൻ്റെ ജാറ് സുജാതയാണ്. സുജാതൻ്റെ മിക്സിൻ്റെ ജാറിൽ 8 മണിക്ക് ഇട്ട് 9 മണിക്ക് ഇട്ടാലും അരയുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരം വെളുക്കുമ്പോൾ തന്നെ ഇട്ടോളി, അതൊന്നും യാതൊരു പരാതിയില്ല. നിങ്ങളെ മിക്സിൻ്റെ എന്താ പറയുക, അരയലിന് ആവശ്യമായിട്ടുള്ള സമയത്തൊക്കെ നിങ്ങൾ കൊണ്ടേ ഇട്ടോളി, അത്രയൊക്കെ തന്നെ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ അതങ്ങോട്ട് വാരിയിട്ടിക്കണം കേട്ടോ. പകുതി അങ്ങോട്ട് വാരിയിട്ടിക്കണം. ഇനി വാരിയിട്ടിട്ട് നമ്മളെത്താ കാട്ടിയത് വെച്ചാൽ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര, നല്ലൊരു മധുരം ഉണ്ടാകുമ്പോഴല്ലേ ഒരു രസം ഉണ്ടാവുള്ളൂ, അപ്പോഴല്ലേ നമ്മളെ വീഡിയോ നിങ്ങൾ കാണുള്ളൂ വിചാരിച്ചിട്ട് 1 ടീസ്പൂൺ അളവിൽ പഞ്ചാര ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ ഇനി നമ്മളടുത്ത് മാണ്ടിയൊരു സാധനമാണ്, നമ്മളെ പേരൻ്റെ ഔത്ത് മാണ്ടിയൊരു സാധനമാണിത്. ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പപ്പൊടിയാണ് ഇത്. പേരൻ്റെ ഔത്തുണ്ടായ ഒരു സമാധാനം, വർക്കത്തും ഐശ്വര്യമൊക്കെ തന്നെയാണ് കേട്ടോ നമുക്കുണ്ടാവുക. അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് മാവ് അരഞ്ഞ് കഴിഞ്ഞ് രാവിലെ നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമായിരിക്കും ഉണ്ടാവുക. സോഫ്റ്റായിട്ട് അരഞ്ഞ് കിട്ടും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. പതഞ്ഞ് പൊങ്ങി വരും എന്നൊക്കെയാണ് നമുക്കിത് പറയാനുള്ളത്. അപ്പോൾ 1 കപ്പ് അളവിൽ ചോറ് എടുത്തിട്ട് ഞാൻ കഴുകിയിട്ട് കൊണ്ടുവന്നതാണിത്. ഇതിൽ നിന്ന് ഒരു 1/2 കപ്പ് അളവിൽ ഞാൻ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, നന്നായിട്ട് അരച്ചെടുക്കല്ല, ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ ഡബിൾ ഓയിസിൻ്റെ വെള്ളപ്പൊടി ഇടുന്ന കാര്യം? അത് നിങ്ങൾ ഇട്ടോളിട്ടോ, നിങ്ങൾ വാങ്ങി വെച്ചോളി. നിങ്ങൾക്ക് ഒരു പാക്കറ്റ് വാങ്ങിയാൽ 2-3-4 മാസത്തിന് നിങ്ങൾക്ക് ഉണ്ടാവും. സോഡ വേണ്ട, ബേക്കിംഗ് പൗഡർ വേണ്ട, ഒന്നും വേണ്ട. നല്ല ശുദ്ധമായ രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും നമുക്ക് അതന്നെ പറയാനുള്ളത്, ഡബിൾ ഹോയ്സ്. അപ്പോൾ കണ്ടില്ല, നമ്മൾ ഒരു വലിയ ഉള്ളിയുടെ പകുതി, വലിയ ഉള്ളി എടുക്കുക കേട്ടോ. അതിൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്തിനാണ് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ? നിങ്ങൾ ശരിക്ക് കേട്ടോളൂ, ഈ ഒരു അവസരങ്ങൾ ശരിക്ക് കേൾക്കണം കേട്ടോ. ഈ വലിയ ഉള്ളി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അതുപോലെ അരഞ്ഞ് കിട്ടില്ല കേട്ടോ, നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നന്നായിട്ട് ചട്ടിയിൽ പറ്റാതെ പെട്ടെന്ന് കിട്ടും. ഇഡലിയൊക്കെ ആകുമ്പോൾ തന്നെ പെട്ടെന്ന് കിട്ടും കേട്ടോ. അതിൽ നിന്ന് തട്ടുന്ന നമുക്ക് ശരിക്കും നേരിക്ക് പെട്ടെന്ന് കിട്ടും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇനി നന്നായിട്ട് അരച്ചെടുത്തോളി, ഇതേപോലെ അരച്ചെടുത്തോളി. അപ്പോൾ ചെറിയ വാക്കാലുള്ള അക്ഷരത്തെറ്റ് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങോട്ട് വോയിസ് ഇടുകയാണ്. എൻ്റെ റെസിപ്പികളൊന്നും തെറ്റിയിട്ടില്ല കേട്ടോ, ഒക്കെ കറക്റ്റാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ കേട്ടോ ബബിൾസ് വരണം. ബബിൾസ് വന്നാലാണ് നമ്മുടെ മാവ് നന്നായിട്ടുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. കണ്ടില്ല നിങ്ങൾ, ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ബബിൾസുകൾ. ഈ ബബിൾസാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇത് വന്നാൽ ഏത് മാവും നന്നായിട്ടുണ്ട് എന്നാണ് അർത്ഥം. കണ്ടില്ല നിങ്ങൾ, വലിയൊരു കിണറ്റിക്കൊക്കെ മാതിരിട്ടുള്ള ഒരു പാത്രം എടുത്തിന്. ഈ പാത്രത്തിലേക്കാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്നും മനസ്സിലാവില്ല, ഒരു നല്ലൊരു കുഴിയുള്ള ഒരു പാത്രമാണ്. അപ്പോൾ ഇതിലേക്കാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് പതഞ്ഞ് പൊങ്ങിയാലോ വിചാരിച്ചിട്ടാണ് ഈ ഒരു പാത്രം എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പാത്രം എടുക്കുക. കണ്ടില്ല നിങ്ങൾ, നല്ലൊരു പാത്രം തന്നെയാണ്. ഇതെടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇങ്ങനെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, ഇതേപോലെ ഇതും അരച്ചോളി. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ തേൻമിഠായിയുടെ ഒരു റെസിപ്പി ഇട്ടിരുന്നു. ആ റെസിപ്പിക്ക് എനിക്കെന്നെ തോന്നിയിട്ടുണ്ട് ഞാൻ ഓവറാണെന്ന്. പിന്നെ ആരൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ ഓവറാണ് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും പ്രിയപ്പെട്ടവരെ, അത് കുക്കിങ്ങിൻ്റെ റെസിപ്പിയാണ്, വെറും കുക്കിങ്ങിൽ എന്താണ് നമുക്ക് ഓവറായിട്ട് തോന്നാനുള്ളത്? ഇതുപോലെയാണ് അരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. നല്ലൊരു ചട്ടി ഞാൻ ഇവിടെ വാങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി ചട്ടിയാണ്. VK സ്റ്റോറിൽ നിന്നാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ചെറുതായിട്ട്
വെളിച്ചെണ്ണ കുപ്പിയൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ചെറുതായിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് നേരം വെളുക്കോളം അപ്പോൾ അത് ക്യാമറയിൽ പിടിച്ച് കുത്തിറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ മാവൊക്കെ അരച്ചെടുത്തിട്ട് നേരം വെളുത്തിട്ടല്ലേ നമ്മൾ ഇഡ്ഡലി ചുടുള്ളൂ. അതുവരേക്കും നേരം വെളുപ്പിച്ചാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. കടലങ്ങൾ നേരം വെളുത്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ, നേരം വെളുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോവാം. ഇഡ്ഡലി തയ്യാറാക്കാനല്ല കേട്ടോ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, പാത്രം പരസ്യപ്പെടുത്താനാണ് പ്രിയപ്പെട്ടവരെ വന്നിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു പോയി ഇഡ്ഡലി നേരം വെളുത്തൊന്ന് വിചാരിച്ചു പോയി. കടലങ്ങൾ ഇതൊക്കെ എൻ്റെ പാത്രമാണ്, നല്ല അടിപൊളി പാത്രമാണ് കേട്ടോ. ഞാൻ ഇന്നലെ VK സ്റ്റോറിൽ നിന്നും വാങ്ങിയതാണ്. അപ്പോൾ ഇഡ്ഡലി കുക്കറിൻ്റെയൊക്കെ വില 350 രൂപ കേട്ടോ. ഈ ഒരു ചായപാത്രം എന്താണ് ഗ്ലാമറല്ലേ, ചൊറുക്കില്ലേ. ഈ ഒരു ഗ്ലാസ് എനിക്ക് 3 ഗ്ലാസ് അവിടെ നിന്ന് സമ്മാനമായിട്ട് കിട്ടിയതാണ്. അവിടെ VK സ്റ്റോറാണ്, മഞ്ചേരിയാണ് കേട്ടോ ഈ സ്റ്റോർ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളും വാങ്ങിക്കോളി. 350 റുപ്യക്ക് അടിപൊളി ഇഡ്ഡലി കുക്കറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നന്നായിട്ട് വില കുറവാണ്. ഞാൻ ആ കാണിച്ച സാധനത്തിന് മൊത്തം 1000 രൂപക്കാണ് എനിക്ക് അത്രയും സാധനങ്ങൾ കിട്ടിയത്. ആ ചട്ടിക്ക് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിച്ച് തേങ്ങ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ചട്നിക്ക് തേങ്ങ അരച്ചാണ്ട് വലിയ ഉള്ളി ഇല്ല കേട്ടോ, ചെറിയ ഉള്ളിയുണ്ട്, 2 വെളുത്തുള്ളിൻ്റെ എല്ലുണ്ട്, പച്ചമുളക്, കറിവേപ്പില ഒന്നിച്ച് ചേർത്തുകൊണ്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം കടലങ്ങൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് എനിക്ക് മാവ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കടലങ്ങൾ ആദ്യം നിങ്ങൾ ആ പാത്രത്തിൽ എത്ര മാവുണ്ടെന്ന് നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ ഈ ഒരു നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇതുപോലെ നമുക്കിനി ചുട്ടെടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം ഞാൻ വെള്ളമൊക്കെ വെച്ചെടുത്ത് വെള്ളം ചൂടായതിന് ശേഷം എണ്ണ തടവി കൊടുക്കണം കേട്ടോ. എന്ത് വേണം, ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങോട്ട് ഒഴിച്ചെടുക്കുക. അപ്പോൾ എൻ്റെ തേൻമിഠായിയുടെ വീഡിയോയെക്കുറിച്ച് ഒന്നുകൂടി പറഞ്ഞാലോ എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ടവരെ. അപ്പോൾ തേൻമിഠായിയുടെ വീഡിയോയിൽ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഞാൻ ഓവറാണെന്ന്. പിന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്നെ ഓവറാണെന്ന് പറഞ്ഞ് എൻ്റെ എന്താ പറയുക എനിക്കറിയില്ല, വാക്കുകളില്ല പറയാൻ. ഏതെങ്കിലും നല്ല വീഡിയോ ആണ്, കമൻറ്റ് ബോക്സ് വന്നിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും നല്ല അഭിപ്രായമാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ നല്ല അടിപൊളിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനാലൊരു വിഷമം വന്നിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വെറും കുക്കിംഗ് ആണ് വീഡിയോയിലൂടെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചിട്ട് കാര്യമില്ല. അതിൽ നമ്മൾ ആലോചിച്ച് നോക്കുക ഞാൻ എന്താണ് വീഡിയോയിൽ പറയുന്നത്. ഞാൻ എൻ്റെ റെസിപ്പിയെക്കുറിച്ച് മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയല്, അല്ലാതെ ആരെ കുറ്റം പറഞ്ഞിട്ടോ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. അതുപോലെ ആരെങ്കിലും വീഡിയോനെ പറ്റി പറഞ്ഞിട്ടോ ഞാൻ ഇട്ടിട്ടില്ല. യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറഞ്ഞിട്ടോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ എൻ്റെ കുക്കിങ്ങിനെ കുറിച്ച് ഞാനാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ വേറെ ആരും വന്ന് പറഞ്ഞതല്ല. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് കമൻറ്റ് ബോക്സിലൊന്നും എന്നോട് ആരും പരാതി പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നോടിങ്ങനെ കുറച്ച് ആളുകൾ എന്നോട് ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് എനിക്ക് വിഷമമായിക്കണം എന്നുള്ളത് മറ്റുള്ളവർ വിഷമമായിക്കണം എന്നുള്ളത് ഓലെ ഞാൻ അറിയിക്കണമല്ലോ. അല്ലാതെ എൻ്റെ മനസ്സിൽ വിഷമം ഉണ്ടായിക്കാണ്ട് ഞാനത് പിടിച്ച് വെച്ചിട്ടോ അതോ ഞാൻ ഓലോട് എന്തെങ്കിലും അപമര്യാദയായി പെരുമാറിയിട്ടോ ഒന്നും കാര്യമില്ല. എനിക്ക് അങ്ങനത്തെ സ്വഭാവമല്ല കേട്ടോ. അതുകൊണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചട്ടിനി ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നു. കണ്ടോ നിങ്ങൾ, അടിപൊളി ഒരു ചട്ടിനിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി. എനിക്ക് അക്കൗണ്ട് വഴി യൂട്യൂബിൽ പൈസ വന്നിട്ടുണ്ട്, അക്കൗണ്ട് വഴി വന്നിട്ടുണ്ട്, ഫോണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ കയ്യിൽ കിട്ടിയാലാണ് എനിക്ക് കിട്ടിയെന്നുള്ള വിവരം നിങ്ങളെ എല്ലാവരെയും അറിയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആ വിവരം അറിയിക്കുന്നതാണ്. ഈ ഒരു സങ്കടകരമായ ഒരു അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഫോണിലും അക്കൗണ്ടിലൊക്കെ പൈസ ഉണ്ട് കേട്ടോ. അത് ഇനി നേരിട്ട് കിട്ടട്ടെ എന്നുള്ളത് ഒരു പ്രാർത്ഥനയോട് കൂടി അത് ഇങ്ങോട്ട് ഓർത്തുകൊണ്ടാണ് ഞാനിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഞാൻ സഞ്ചരിച്ച് പോയില്ലേ, അപ്പോൾ ഇനി ഇവിടുന്നാണ് കുറച്ചും കൂടി അല്ലേ പോകാനുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്കല്ലാതെ വേറെ കുക്കിംഗ് തന്നെയാണ് എൻ്റെ ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ ഒരിക്കൽ കൂടി മാപ്പ് ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളി ചട്നിയും റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഇഡ്ഡലി അവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായില്ലേ ഇഡ്ഡലിൻ്റെ മാവ് തയ്യാറാക്കുന്നത്? കണ്ടില്ല, ഇതുപോലെയുള്ള അടിപൊളി ഓരോ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇനി ആരും എൻ്റെ ചാനലിനെ കുറിച്ചോ എന്നെക്കുറിച്ചോ ഒന്നും എന്നോട് നേരിൽ കണ്ടാൽ പോലും പറയണ്ട. അത്രയൊക്കെ തന്നെ പറയാനുള്ളത്. എനിക്ക് ആരോട് വ്യക്തി വൈരാഗ്യം ഒന്നുമില്ല കേട്ടോ. നമ്മളിത് പറയാനുള്ളത് പറഞ്ഞു എന്നുള്ളൂ. ഇനിയിപ്പോൾ ഇത് പറഞ്ഞോലോടൊക്കെ ഓരോരുത്തരോട് പോയി പറയാനൊന്നും എനിക്ക് പറ്റൂല. കാരണം അത് പറ്റൂല എന്ന് പറഞ്ഞാൽ പല ആളുകളും മനസ്സിൽ കരുതിയിട്ടുണ്ടാവും. ഇനി പുറത്തേക്ക് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മനസ്സിൽ കരുതിയിട്ടുണ്ടാവും. പിന്നെ ഓരോരുത്തരോട് വിളിച്ച് പറയുമ്പോൾ അതൊക്കെ കംപ്ലൈൻ്റ് ആവും. എന്തിനാണ് നമ്മൾ വെറുതെ ഒരാളെ ജീവിതത്തിൽ കയറിയാണ്ട് വെറുതെ ഇടങ്ങേറാക്കണം? ആരെയും ഇടങ്ങേറാക്കിയിട്ട് നമുക്കൊന്നും കിട്ടാനില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അവനവൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുക. അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടില്ല, നിങ്ങൾ നന്നായിട്ട് വയുതി കിട്ടുന്നുണ്ട് കേട്ടോ. ഇഡ്ഡലി സ്പൂണിൻ്റെ ആവശ്യം തന്നെ അല്ല. കണ്ടില്ല, നിങ്ങൾ നല്ല
നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈർക്കിളിയൊക്കെ വെച്ച് കുത്തി നോക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇവിടെ നോക്കുന്നത്. കണ്ടില്ല നിങ്ങൾ, ഇതേപോലെ ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇഡ്ഡലി തയ്യാറാക്കേണ്ടത്. കണ്ടില്ല നിങ്ങൾ, ഇതേപോലെ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ആശ്വാസമല്ലേ. അപ്പോൾ നിങ്ങളെന്താണ് ഈ ഒരു അവസരത്തിൽ ചെയ്യേണ്ടത്? ലൈക്ക് ബട്ടണും ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബിൻ്റെ ബട്ടണും ക്ലിക്ക് ചെയ്യുക, എല്ലാ ബട്ടണും ക്ലിക്ക് ചെയ്യുക. കണ്ടില്ല നിങ്ങൾ, അടിപൊളി റെസിപ്പിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് കൊണ്ടിരിക്കുന്നത്. കണ്ടില്ല നിങ്ങൾ, ഇത്രക്കും നല്ലൊരു റെസിപ്പി കണ്ടിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? നിങ്ങൾ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് ക്ലിക്ക് ചെയ്യൂ പ്രിയപ്പെട്ടവരെ. താഴെ കാണുന്നില്ലേ നിങ്ങൾക്ക് ലൈക്ക് ബട്ടൺ? അപ്പോൾ എൻ്റെ വീഡിയോ ഇടങ്ങേറായി കാണാനൊന്നും ആരും നിൽക്കണ്ട. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർ കണ്ടോളി, അല്ലാത്തോല് എന്താ പോലോട് പറയാം, അല്ലാത്തോല് അൺസബ്സ്ക്രൈബ്, അത്രയൊക്കെ തന്നെ പറയാനുള്ളത്. ഇടങ്ങേറായി കണ്ടൊന്നും ഒരാൾ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല. ഞങ്ങളെ ഇന്നെ നന്നാക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കാണാൻ, ഞാൻ അങ്ങനെ നല്ല അടിപൊളി ഓരോ റെസിപ്പി ഇടുക. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർ നിങ്ങൾ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അല്ലാതെ തന്നെ കമൻറ്റ് ബോക്സിൽ ആരും ചീത്ത വിളിച്ചിട്ടോ പരാതി പറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. നല്ല നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. നല്ല സോഫ്റ്റാണ്, നല്ല ഇഡ്ഡലിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. രണ്ട് ഭാഗം നോക്കിയാലും നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. കണ്ടില്ല നിങ്ങൾ, ഓരോ ഇഡ്ഡലിയും ഞാനിവിടെ തൊട്ട് കാണിക്കുന്നുണ്ട്. എല്ലാ ഇഡ്ഡലിയും കറക്റ്റ് പരുവത്തിലാണ്. കണ്ടില്ല നിങ്ങൾ, നല്ല സോഫ്റ്റാണ്. ഇതുപോലെ ഇഡ്ഡലി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വലിയ ഉള്ളി ഇട്ട് അരച്ചത് കൊണ്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിച്ചു പോകുന്നു. ഓക്കെ ബൈ. നല്ല ചട്നി കറി, ഈ കറി കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ